എന്താണ് ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് അറിയണ രീതിയിലൊന്ന് പറയാമോ? സനാതനധർമ്മം എന്താണ്? സനാതനധർമ്മം എന്നുള്ള രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. സനാതനം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്, ധർമ്മം എന്നാൽ നിലനിർത്തുന്നത്, ഒരു വസ്തുവിനെ അതായിട്ട് നിലനിർത്തുന്നത് എന്താണോ അതാണ് അതിൻ്റെ ധർമ്മം. ഉദാഹരണത്തിന് അഗ്നിയെ അഗ്നിയായിട്ട് നിലനിർത്തുന്നത് അതിൻ്റെ ദാഹക ശക്തി, ചൂട്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിനെയും ഓരോ ജീവന്മാരെയും അതായിട്ട് നിലനിർത്തുന്നത്, അതിൻ്റെ തനിമയോടുകൂടി നിലനിർത്തുന്നത് അതിൻ്റെ ധർമ്മമാണ്. ഇവിടെ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ എന്നും നിലനിൽക്കുന്ന ധർമ്മം, അത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ കുറേ ആളുകളോ ഉണ്ടാക്കിയതല്ല. അതിൽ ആളുകൾക്കൊന്നും ചെയ്യാനില്ല. ഉള്ള വസ്തുവാണ് നെക്കുറിച്ചുള്ള വിവരണമാണ് സനാതനധർമ്മം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രപഞ്ച നിയമമാണ് സനാതനധർമ്മം. അതൊരു വ്യക്തിയെ ആശ്രയിച്ചിട്ടല്ല നിൽക്കുന്നത്. സനാതനധർമ്മം ആ പ്രപഞ്ച നിയമത്തെ നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ മനസ്സിനെ ഏകാഗ്രമാക്കി ഈ പ്രപഞ്ച നിയമത്തെ അവർ കണ്ടെത്തി, സൂക്ഷ്മമായ മനസ്സുകൊണ്ട് അവർ കണ്ടെത്തി. അത് അവരുടെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയതാണ് വേദങ്ങൾ. ഈ വേദങ്ങളാണ് അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ. സനാതനധർമ്മത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള അറിവ് തരുന്ന ഗ്രന്ഥങ്ങൾ അത് ഈ വേദങ്ങളാണ്. അതാരും ഉണ്ടാക്കിയതല്ല, ഉള്ളതിനെ കണ്ടെത്തിയതാണ്. സർ ഐസക് ന്യൂട്ടൻ ഈ ആപ്പിൾ വീഴുമ്പോൾ ആകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ ആകർഷണ സിദ്ധാന്തം അതിനു മുമ്പേ ഉണ്ട്, സിദ്ധാന്തമായിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആകർഷണം എന്ന വസ്തുത എന്നുള്ളതാണ്. ഇതേപോലെ ഈ സനാതനധർമ്മം, പ്രപഞ്ച നിയമം, പ്രപഞ്ചം ഉണ്ടായതോടുകൂടി പ്രപഞ്ച നിയമം ഉണ്ടായി. അത് ഈശ്വര സങ്കല്പമാണെന്ന് കുറച്ചും കൂടി ആഴത്തിൽ പോയാൽ പറയും. അതുകൊണ്ട് മനുഷ്യൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, സംസ്കൃത പദത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ മനു അവബോധേ എന്നുള്ള സംസ്കൃത പദത്തിൻ്റെ വ്യുത്പത്തി കൊണ്ട് അറിവ് നേടുക എന്നാണ്. അറിവ് നേടലാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഒന്നും കൂടെ പറയാം, അറിവ് നേടലാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മനു അവബോധേ, അവബോധം എന്ന് പറഞ്ഞാൽ അറിവ്. അത് വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവല്ല, ഒബ്ജക്റ്റീവ് വേൾഡിനെ കുറിച്ചുള്ള അറിവല്ല. അത് സകല ജീവജാലങ്ങൾക്കുമുണ്ട്. ഈച്ചയ്ക്കും മനുഷ്യനും മൃഗങ്ങൾക്ക്, സകല ജീവജാലങ്ങൾക്ക് അതാതിൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്ന അറിവുണ്ട്. ഒരു സസ്യത്തിന് പോലുമുണ്ട്. ഒരു പാവയ്ക്കയുടെ വള്ളി നട്ട് കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പിന് സൂര്യപ്രകാശം ആവശ്യമാണ്. അത് സൂര്യപ്രകാശം ഉള്ളിടത്തേക്ക് അത് പിടിച്ച് കയറാനുള്ള കണ്ണില്ല നമ്മൾ പറഞ്ഞാലും എവിടെ ചുറ്റിപ്പിടിച്ചാൽ മുകളിലേക്ക് പോകാം. ആ ഒരു കമ്പ് അത് കണ്ടെത്തി അതിന് ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് പോകും. കാരണം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ നിലനിൽപ്പുള്ളൂ. ഇതുപോലെ സസ്യലതാദികൾക്ക് ഉൾപ്പെടെ അതാതിൻ്റെ നിലനിൽപ്പിനുള്ള അറിവ് ഉണ്ട്. ആ അറിവല്ല ഇവിടെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, അവനവനെക്കുറിച്ചുള്ള അറിവ്. ഒബ്ജക്റ്റീവ് വേൾഡിനെ കുറിച്ചുള്ള അറിവല്ല, സബ്ജക്റ്റിനെ, ഇറ്റേണൽ സബ്ജക്റ്റിനെ കുറിച്ച് ഉള്ള അറിവാണ്. അത് ഋഷീശ്വരന്മാർ കണ്ടെത്തിയ ശേഷം ശിഷ്യപരമ്പര നമുക്ക് പകർന്നു തന്നു. അതാണ് വേദങ്ങളിലുള്ളത്, പ്രത്യേകിച്ച് വേദാന്തം എന്ന ഭാഗത്ത്. ഇത് സനാതന ധർമ്മം, നമ്മുടെ പ്രാചീനമായ ഭാരത സംസ്കാരം പലതും വിദേശികളെല്ലാം ഇത് പൊടി തട്ടിയെടുത്ത് അവരുപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ മാത്രം, എസ്പെഷ്യലി കേരളത്തിൽ ഇതിനെതിരെ തള്ളിപ്പറയാൻ, കേരളത്തിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനെ തള്ളിപ്പറയാൻ തന്നെ പല ഹിന്ദുക്കളും പബ്ലിക്കായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? ഒരു കാലത്ത് ലോകം മുഴുവൻ ഈ സനാതനധർമ്മം പ്രചരിച്ചിരുന്നു. സനാതനധർമ്മം പ്രചരിച്ചിരുന്നത് സംസ്കൃത ഭാഷയിലൂടെയാണ്. അതുകൊണ്ടാണ് യൂറോപ്പിൽ പോലും യൂറോപ്യൻ ഭാഷകളിൽ ഒടുവിലുണ്ടായ ഇംഗ്ലീഷ് ഭാഷയിൽ പോലും
75% വാക്കുകളും സംസ്കൃതത്തിൽ മാത്രമേ അതിൻ്റെ മൂലത്തിൽ ചെന്ന് അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒന്നോ രണ്ടോ ഉദാഹരണം. ലാംഗ്വേജ് എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ നിന്നുണ്ടായതാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. എറ്റിമോളജിക്കൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി നോക്കിയാൽ, ലാംഗ്വേജിൽ നോക്കിയാൽ ലിംഗ് SKT എന്ന് കാണാം. അതായത് സംസ്കൃതത്തിലെ ലിംഗ ശബ്ദത്തിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്ന് പാശ്ചാത്യർ കണ്ടുപിടിച്ച് അത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ശരിയാ. അതുപോലെ ഇംഗ്ലീഷിൽ കാണുന്ന ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഡോട്ടർ ഇതുപോലുള്ള പദങ്ങളൊക്കെ, അല്ലെങ്കിൽ സർവനാമ ശബ്ദങ്ങൾ, ഇതെല്ലാം സെയിം, സമം, സെൻറ്റർ, കേന്ദ്രം എഴുതുന്നതൊക്കെ ഒരുപോലെയാണ്. അതുപോലെ മാതൃ, മദർ, പിതൃ, ഫാദർ, എങ്ങനെ മദർ എന്ന വാക്കുണ്ടായി എന്ന് ഒരു ഇംഗ്ലീഷുകാരനോട് ചോദിച്ചാൽ അർത്ഥം പറയും. എങ്ങനെ അത് ലാറ്റിനിൽ നിന്നതാണ്, ഗ്രീക്കിൽ നിന്നതാണെന്ന് പറയും. പക്ഷേ അതിൻ്റെ മൂലത്തിൽ വെർബൽ റൂട്ടിൽ പോയി കിട്ടണമെങ്കിൽ സംസ്കൃതത്തിലേക്ക് വരണം. മാ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മാന്ന് പൂജായ മാതിവ എന്ന് അതിനൊരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പാണിനി മഹർഷി. അപ്പോൾ അളക്കുക, അകത്താക്കുക. അകത്ത് ധരിക്കുന്നവളും പിന്നെ ആരാധ്യയുമാണ്, അത് പൂജയുമാണ് അമ്മ, പാലിക്കുന്ന ആളാണ് പിതാവ്. ഈ രീതിയിൽ അതിന് അർത്ഥം കണ്ടെത്താൻ പറ്റും സകല പദങ്ങൾക്കും. ഒരു തമാശയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ. നമ്മൾ ഉപയോഗിക്കുന്ന മൗസ്, അത് സംസ്കൃത വാക്കാണ്. ആ വാക്ക് മൂഷ എന്നാണ് സംസ്കൃതം. മൂഷ എന്ന് വരാൻ കാരണം കട്ട് തിന്നുന്ന, കക്കുക എന്നുള്ള വാക്കാണ് മൂഷ എന്ന് പറഞ്ഞാൽ. കട്ട് തിന്നുന്ന ജീവിയായതുകൊണ്ട് കള്ളൻ എന്ന് സംസ്കൃതത്തിൽ വിളിച്ചതാണ് എലിയെ. എലി ജീവിക്കുന്നത് കട്ട് തിന്നിട്ടാണ്. അതുകൊണ്ട് ആ മൂഷ എന്നുള്ള വാക്ക് മൂഷ, മൂഷിക, മൂഷക എന്നൊക്കെയുള്ള വാക്കിൽ നിന്നാണ് മൗസ് എന്ന വാക്കുണ്ടായത്. ഉച്ചാരണ വ്യത്യാസം കൊണ്ട് ആ മൗസ് എന്നുള്ളത് അവർ ഉപയോഗിക്കുന്ന ആ എലിയുടെ ആകൃതി ആയതുകൊണ്ട്, അതായത് മൗസ് എന്നുള്ള വാക്ക് പോലും സംസ്കൃതമാണ്. ഇതുപോലെ പക്ഷേ കുറേ കാലം നമ്മൾ ഇന്ദ്രിയപരരായിട്ട് ആഴത്തിൽ ചിന്തിക്കാതെയൊക്കെ അങ്ങനെ പോയപ്പോൾ ആ ധർമ്മത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ പഠനങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അതൊരു മന്ദഗതിക്കാരായി. നമ്മൾ മന്ദന്മാരായപ്പോൾ വിദേശികൾ ഈ ഭൗതിക സംസ്കാരത്തോടു കൂടി അവർ കൂടുതൽ പ്രബലരായിട്ട് നമ്മളെ കീഴ്പ്പെടുത്തി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അത് ഇന്നും ഒരു നല്ല പരിധിവരെ അവരുടെ ആശയങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് കുറേശ്ശെ കൂടെ അതിന് പ്രതികരിക്കാനും അതുപോലെ പഠിക്കാനും. ഈ ഇംഗ്ലീഷ് പഠിച്ച് അല്ലെങ്കിൽ വിദേശ ഭാഷ പഠിച്ച് സംസാരിച്ച് വന്ന നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിരിക്കുന്ന ആദ്യത്തെ ഭരണകർത്താക്കൾ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞതാണ്. വലിയൊരു വിഭാഗം അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ, അംബേദ്കർ പ്രത്യേകം ശക്തമായിട്ട് വാദിച്ചതാണ്, ഭാരതത്തെ ഒന്നാക്കി നിർത്താൻ സംസ്കൃതത്തിന് മാത്രമേ സാധിക്കുള്ളൂ, ഹിന്ദിക്ക് സാധിക്കില്ല. നാഷണൽ ഇൻറ്റിഗ്രേഷന് സംസ്കൃതമല്ലാതെ വേറൊരു ഭാഷയില്ല. അതുകൊണ്ട് ഔദ്യോഗിക ഭാഷ സംസ്കൃതം തന്നെ ആയിരിക്കണമെന്ന് വളരെയധികം വാദിച്ചതാണ്. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ, നമ്മുടെ കർമ്മവശാലായിരിക്കാം, ആ സംസ്കൃതത്തെ ഏതാനും ആളുകൾ കൂടി അങ്ങനെ തിരസ്കരിച്ച് ഹിന്ദി പഠിക്കാനാക്കി, 3 ഭാഷകളാക്കി. അതുകൊണ്ട് ഒന്നൊരാഴത്തിൽ ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ, സനാതന ധർമ്മം എന്താണെന്ന് പഠിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ആയിത്തീർന്നു പോയി. അപ്പോൾ വിദേശികൾ അതിൻ്റെ പ്രചരണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ വിദേശ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടവർ ഉള്ള അവരുടെ ആ വാഗ്ധോരണികളിൽ നമ്മൾ സാധാരണക്കാർ അധികം പഠിക്കുകയൊന്നും ചെയ്യാത്തവർ പെട്ടുപോയി. നമ്മുടെ ആളുകളുടെ ഭാഗത്ത് തെറ്റുണ്ട്. നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് അത് നിന്നുപോയി കുറേ. ഇപ്പോൾ വീണ്ടും കുറേശ്ശേക്ക് അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്.